ഇതിലെ ഒരു സർപ്രൈസ് കൊടുത്ത കഥയാണ് കേട്ടോ. ഈ കഴിഞ്ഞ 23-ാം തീയതി സാനീൻ്റെയും അഖിലിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരു കേക്കും കൊണ്ട് പോയതാണ്. നമ്മളൊരു 3-4 ഫാമിലി ഒന്നിച്ച് പോയിട്ട് ഇവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇത്രയും ആൾക്കാരോളം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഓള് ഡോറിൻ്റെ ബാക്കിൽ കയറി നിൽക്കുന്നത് വെച്ചാൽ ഡ്രസ്സ് നല്ലില്ല, ആ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ വിട്ടിട്ട് എന്നിട്ട് ഓള് പറഞ്ഞ് ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഗ്യാപ്പിൽ ഞാൻ ഈ വാച്ചുവിൻ്റെ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് ഓളെ സുന്ദരിയാക്കിയിട്ട് അങ്ങോളെ കാണുമ്പോൾ ഞാൻ മടിയിലിട്ട് പെട്ടെന്ന് മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓള് അടങ്ങിയിട്ട് ഇരുന്നോളും, ഒരു റകളയില്ലാത്തൊരു കുഞ്ഞത്. പിന്നെ ഒരു കേക്കെല്ലാം കട്ട് ചെയ്ത് ഒരൊട്ടും പ്രതീക്ഷിച്ചില്ല. അവർ ഭയങ്കര സന്തോഷമായവർക്ക് അവരൊരു പ്ലാനും ഉണ്ടായിട്ടോ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടി ചെന്നപ്പം അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെങ്ങോട്ട് സർപ്രൈസ് ചെയ്ത് അവർ നമ്മളെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയിട്ടാണ്. അവർ പിടിച്ച് നിർത്തി, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തി. അപ്പോൾ പിന്നെ ഞങ്ങളും വിചാരിച്ച് എല്ലാവരും കൂടെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാം. അപ്പം നീതു ചേച്ചി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നീതു ചേച്ചി ആയിരുന്നു മുറാദാബാദി ബിരിയാണി ഉണ്ടാക്കാം, പെട്ടെന്ന് ആയിക്കോളൂന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഒരാൾ ഉള്ളിയരിയാൻ കഴിഞ്ഞു, ഒരാൾ ഇഞ്ചി വെളുത്തുള്ളി, ഒരാൾ പാത്രം കഴുകുന്നു, പിന്നെ ചിക്കൻ കഴുകുന്നു. അങ്ങനെ ഓരോരോ ടാസ്ക് ഏറ്റെടുത്തിട്ടാകുമ്പം പെട്ടെന്ന് മുറാദാബാദി ബിരിയാണി റെഡി ആയിട്ടാണ്. അതിൻ്റെ അടുക്ക് ആമിനക്ക് വേണ്ടിയിട്ടുള്ള പനീറും കൂടെ റെഡിയാക്കി. സാനിയാണ് പനീർ ഉണ്ടാക്കിയത്, ചേച്ചി മുറാദാബാദി ബിരിയാണി ഉണ്ടാക്കി. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം കളിയാക്കി, കുറേ സമയം വർത്താനം പറഞ്ഞ്, കുറേ സമയം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തിട്ട് എല്ലായപ്പം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞങ്ങൾക്ക് ഇപ്പം ശരിക്കും അറിയില്ല. ഞാനിപ്പെങ്കിലും ചേച്ചീനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇത് മസാല അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. പെട്ടെന്ന് ആവുകയും ചെയ്യും, വലിയ പണിയൊന്നുമില്ല. ചിക്കനും ഇതെല്ലാം കൂടിയിട്ട് ഒരു ഇറച്ചിച്ചോറ് ടൈപ്പാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിന് നമ്മൾ ഇത് മറ്റേ ഉള്ളി വിനീഗറിലിട്ടിട്ട് തിരുമ്പിയത് അതാണ് ഇതിന് നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിലത്തിരുന്ന് ചുറ്റോടെ ഇരുന്നിട്ട് ഫസ്റ്റ് പിള്ളേർക്ക് ഫുഡെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും നിലത്തൊന്നിച്ച് ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പിരിഞ്ഞുട്ടാ. നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു.